Dear students, myself Vishnu S. Nair, Assistant Professor in Mechanical Engineering Department, SNIT Adur. Today we are going to discuss the topic Introduction to Industrial Engineering in Module 1, and it's in the subject Industrial Engineering from the SAT Mechanical. So going into the topic, so what is Industrial Engineering? Industrial Engineering can be defined as a profession in which a knowledge of mathematical and natural sciences gained by the study, experience and practice is applied with judgment to develop the ways to utilize economically the materials and other natural resources and forces of nature for benefit of mankind. And the American Institute of Industrial Engineers, that is AIIE, defined industrial engineering as industrial engineering is concerned with the design, improvement and installation of integrated systems of men, material, energy and equipment. It draws upon the specialized knowledge and skills in mathematical, physical sciences together with the principles and method of engineering analysis and designed to specify, predict and evaluate the results to be obtained from such systems. So the topic is why the industrial engineering is important. The customers' demands are rising and challenge for industries to produce the goods of right quantity, quality, in time and at minimum cost. That is why the industrial engineering plays an essential role in meeting these challenges. So നമ്മൾ ഇപ്പം ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു ടോപ്പിക്കിൻ്റെ ഇൻട്രൊഡക്ഷനാണ് നമ്മൾ പഠിക്കുന്നത്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്താണെന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം ഒരു പ്രോസസ്സ്, ഒരു ഇൻഡസ്ട്രി, അവിടെ എന്താണ് നടക്കുന്നത്? അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോ മെറ്റീരിയൽസിനെ ഒരു ഫിനിഷ്ഡ് ഗുഡ്സായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ദാറ്റ് ഈസ് റോ മെറ്റീരിയൽസിനെ നമ്മൾ മാൻ പവറും മെഷീനിങ്ങും ബാക്കിയുള്ള ടെക്നിക്സും എല്ലാം കൊണ്ട് നമ്മൾ ഒരു ഫിനിഷ്ഡ് ഗുഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ ഫിനിഷ്ഡ് ഗുഡാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്, കസ്റ്റമറിന് സെയിൽ ചെയ്യുന്നത്. അതിൽ നിന്നും നമുക്ക് പ്രോഫിറ്റ് നേടിയെടുക്കുക എന്നതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. സോ മെയിൻലി പ്രൊഡക്ടിവിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. എന്തുമാത്രം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സോ ഇതൊക്കെയാണ് അവിടെ വരുന്നത്. So that is why they are giving the definition as industrial engineering is concerned with the design and improvement and installation of the integrated systems of men, material, energy and equipment. So എന്തുകൊണ്ട് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾക്കറിയാം, കസ്റ്റമേഴ്സ് ആസ് എ പോയിൻ്റ് ഓഫ് വ്യൂ, കസ്റ്റമർ സാറ്റിസ്ഫൈ ആവണമെന്നുണ്ടെങ്കിൽ അയാൾ ഉദ്ദേശിക്കുന്ന കാര്യം, അയാളുടെ മനസ്സിൽ ഏതൊരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പോകുമ്പോഴും ഒരു കാഴ്ചപ്പാടുണ്ടാകും. അവർക്ക് അത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നല്ല ക്വാളിറ്റിയിൽ ആർക്കാണോ സപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ആ പ്രോഡക്റ്റ് തേടിയായിരിക്കും കസ്റ്റമർ പോകുന്നത്. കാര്യം അതൊരു കസ്റ്റമേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഏതൊരു കസ്റ്റമർ, നിങ്ങളൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ പോകുന്നത്, നിങ്ങളൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ പോയാലും നിങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ഒരു കുറച്ച് കാഴ്ചപ്പാടുകളുണ്ട്. നിങ്ങൾ അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കും, അതിന് എത്ര GB RAM ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നോക്കും, എത്ര GB സ്റ്റോറേജ് ഉണ്ടെന്നുള്ളത് നോക്കും, അതിൻ്റെ ക്യാമറ ക്വാളിറ്റി എങ്ങനെയാണോ നോക്കും. ഇതെല്ലാം കൂടെ വെച്ചിട്ട് രണ്ട് കമ്പനി, സപ്പോസ് എ എന്നുള്ള കമ്പനിയും ബി എന്നുള്ള കമ്പനിയും, എ എന്നുള്ള കമ്പനി സെയിം ആസ്പെക്ട്സിൽ ഈ ഇപ്പോൾ പറഞ്ഞ 4 GB RAM, 128 GB സ്റ്റോറേജ്, 16 MP ക്യാമറ, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം വെച്ചിട്ട് നിങ്ങൾക്കൊരു 12,000 ഒരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ബി എന്നുള്ള കമ്പനിയുടെ ആണെങ്കിൽ അതേ സെയിം സ്പെസിഫിക്കേഷൻ ബട്ട് 16,000 ആവുന്നു. ഒബ്വിയസ്ലി ഒരു കസ്റ്റമർ ഈ പറഞ്ഞ 12,000 എന്നുള്ളതിലേക്കായിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്. കാര്യം കുറഞ്ഞ വില, ക്വാളിറ്റി നല്ലത്, സ്പെസിഫിക്കേഷൻസ് എല്ലാം അതേപോലെ തന്നെയുണ്ട്. അതാണ് നമ്മളെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു കാഴ്ചപ്പാട് കൊണ്ടുവരുന്നത് തന്നെ. കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡിനനുസരിച്ച്, കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് കൂടി വരികയാണ്. അവരുടെ ഡിമാൻഡിനനുസരിച്ച് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ പിടിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെയാണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഈ 20th സെഞ്ച്വറിയിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്നത്.
The prime objective of industrial engineering is to increase the productivity by eliminating waste and non-value adding unproductive operations and improving the effective utilization of resources. Industrial engineering places a strong emphasis on an understanding of workers and their needs in order to increase and improve production and service activities. That is designing of jobs, determining the most economical way to perform a work, setting the performance standards and benchmarks for the quality, quantity and cost, designing and installing facilities. So, prime objective of industrial engineering എന്ന് പറയുന്നത് to increase the productivity by eliminating the unproductive activities which is happening inside an industry. പ്രൊഡക്ടിവിറ്റി കൂട്ടണം, അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ എൻജിനീയേഴ്സ് പരിശ്രമിക്കാനുള്ളത്. കാര്യം അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അത് സ്ക്രാപ്പ് റേറ്റ് കൂട്ടാനായിട്ടേ സഹായിക്കത്തുള്ളൂ, ഫിനിഷ്ഡ് ഗുഡിലേക്ക് എത്തത്തില്ല. അത് നമുക്ക് ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാർട്ടാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റത്തില്ല. റിസൾട്ട് എന്താണ്? അത്രയും ടൈം, അത്രയും മാൻ പവർ വർക്ക് ചെയ്ത ടൈം നമുക്കവിടെ നഷ്ടമാവുകയാണ്. കൂടാതെ നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കമ്പനിക്ക് നഷ്ടമാണ്. റോ മെറ്റീരിയൽസിനെ നമ്മൾ വാങ്ങി വച്ചേക്കുന്ന റോ മെറ്റീരിയൽസാണ് നമ്മൾ കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡായിട്ട് നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത്. സോ അതും അവിടെ നഷ്ടപ്പെടുകയാണ്. സോ ഇങ്ങനെ റിസോഴ്സസ് വേസ്റ്റേജ് ആവുകയാണ് അവിടെ ചെയ്യുന്നത്. പ്രൊഡക്ടിവിറ്റി കറക്റ്റായിട്ടുള്ള രീതിയിലല്ല പോകുന്നതെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. സോ ദ മെയിൻ എയിം എന്ന് പറയുന്നത്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിങ്ങിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ടു ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി. എങ്ങനെയാണ്? ബൈ റെഡ്യൂസിങ് ദ അൺപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് ഓർ ബൈ റെഡ്യൂസിങ് ദ സ്ക്രാപ്പ് റേറ്റ്. ഓൾ ദ തിങ്സ് ആർ കമ്മിങ് ഇൻ ടു ദ പോയിൻറ്റ്. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാനുള്ളത്? ഫസ്റ്റ് ജോബ്സ് ഡിസൈൻ ചെയ്യണം. നമുക്ക് വ്യക്തമായ രീതിയിൽ അത് പ്ലാൻ ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? സ്റ്റേജ് ബൈ സ്റ്റേജിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യണം, സ്റ്റേജ് ബൈ സ്റ്റേജിൽ എന്തൊക്കെ ഇൻസ്പെക്ഷൻസ് നമ്മൾ നടത്തണം. ആദ്യത്തെ സ്റ്റേജിൽ കറക്റ്റായിട്ടുള്ളൊരു ഇൻസ്പെക്ഷൻ കണ്ടക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഡിഫക്റ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് ആ പാർട്ട് അവിടെ വെച്ച് തന്നെ വിഡ്രോ ചെയ്യാം. ബാക്കിയുള്ള ആക്ടിവിറ്റീസും ബാക്കിയുള്ള ഓപ്പറേഷൻസും ആ ഒരു പാർട്ടിൽ തന്നെ നടത്തി നമ്മുടെ ടൈം വേസ്റ്റേജ് നമുക്ക് കൂട്ടണ്ട, മെറ്റീരിയൽ വേസ്റ്റേജ് ഉണ്ടാകത്തില്ല, മെഷീനിൻ്റെ വർക്കിംഗ് ടൈം കുറയ്ക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി നമ്മളൊരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അതേപോലെ ക്വാളിറ്റി, എന്തുമാത്രം ക്വാളിറ്റി ഉണ്ടായിരിക്കണം, എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ചുമ്മാ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്ത് കൂട്ടി വയ്ക്കാൻ പറ്റത്തില്ല. അത് വലിയ നഷ്ടമായിരിക്കും ഉണ്ടാക്കുന്നത്. നമുക്ക് വിറ്റ് പോകാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എത്രയാണ് എന്നുള്ളത് മനസ്സിലാക്കി മാത്രമേ നമുക്കവിടെ പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ സാധനം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചേക്കുന്ന സാധനമെല്ലാം അവിടെ കെട്ടിക്കിടക്കും. അങ്ങനെ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വർക്കേഴ്സിന് എല്ലാവർക്കും സാലറി കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെങ്ങനെ സാധിക്കത്തുള്ളൂ? ഈ പ്രോഡക്റ്റ് മാർക്കറ്റിലെത്തി കസ്റ്റമർ വാങ്ങിക്കൊണ്ട് പോയാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. സോ കറക്റ്റായിട്ടുള്ള ആസ്പെക്റ്റിലുള്ള ക്വാണ്ടിറ്റി വേണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് പോകാനായിട്ട്. അത് നമ്മൾ ടാർഗറ്റ് ചെയ്യണം. മാർക്കറ്റിൽ എന്ത് മാത്രമായിരിക്കും സെയിൽ ഉണ്ടാകുന്നത്, ഡിമാൻഡ് എത്രയാണ് എന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളത് പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട്. ആൻഡ് ഡിസൈനിങ് ആൻഡ് ഇൻസ്റ്റാളിങ് ദ ഫെസിലിറ്റീസ്. നമ്മൾ വർക്കേഴ്സിന് വേണ്ടിയിട്ട് സേഫ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യണം. അവരുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റത്തുള്ളൂ. സോ അവർക്ക് വേണ്ട സഹായങ്ങളുടെ, അവരുടെ വർക്കിംഗ് ഷിഫ്റ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളതെല്ലാം നമ്മളവിടെ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. So the industrial engineers determine the most effective ways to use the basic factors of production, people, machines, materials, information and energy to make a product or provide a service. And the evolution of modern concepts in the industrial engineering. The 5 major engineering disciplines, that is civil, chemical, electrical, industrial and mechanical, were the branches of engineering that came out prior to the First World War, and the developments following after the Second World War led to the other engineering disciplines such as nuclear engineering, electronic engineering and aeronautical engineering and even computer engineering. So the chronology of the industrial engineering. Charles Babbage visited the factories in England and United States in the early of 1800s and began a systematic recording of the details involved in many factories operations.
He carefully measured the cost of performing each operation as well as the time per operation required to manufacture the pound of pins. Babbage presented this information in a table and demonstrated that money could be saved by using women and children to perform lower skilled operations. The higher skilled, higher paid men need only to perform those operations requiring higher skill levels. Frederick W. Taylor has done potential improvement to be gained through analyzing work content. Minimum amount of work required to accomplish the task of a job and designing the job for maximum efficiency. Frank B. Gilbert extended Taylor's work of considerably, and Gilbert's primary contribution was the identification, analysis, and measurement of fundamental motions involved in performing work. And Henry L. Gunn developed Gantt chart. The Gantt chart is a systematic graphical procedure for pre-planning and scheduling work activities, reviewing progress, and updating the schedule. During 1920s and 1930s, much of fundamental work was done on economic aspects of managerial decisions, inventory problems, incentive plans, factory layout problems, material handling problems, and principles of organization. സോ നമ്മുടെ സയൻറ്റിസ്റ്റ് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതായിരുന്നു പറഞ്ഞത്. ഗിൽബർട്ട് എന്താണ് ചെയ്തത്, ഗണ്ട് എന്താണ് ചെയ്തത് എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നു. And the functions of industrial engineering is, industrial engineering is a diverse discipline concerned with the design, improvement, installation, and management of integrated systems of people, materials, and equipment for all kinds of manufacturing and service operations. Industrial engineering is concerned with the performance measures and standards, that is research of new products and product applications and ways to improve use of scarce or limited resources. An industrial engineer may be employed in almost any type of industry, business or institution, from retail establishments to manufacturing plants to government offices or hospital. For example, industrial engineers work in insurance companies, banks, hospital, retail organization, airlines, government agencies, consulting firms, transportation, construction, public utilities, social services, electronics, personal sales, facilities, design, manufacturing process, and processing and warehousing. To solve the organizational production and related problems most efficiently, industrial engineers design data processing systems and apply mathematical analysis as operations research. They also develop management control systems to help in financial planning and cost analysis, design production planning and control systems to coordinate activities and control product quality, and design or improve systems for the physical distributions of goods and service. Industrial engineers conduct surveys to find planned locations with best combination of raw materials and transportation. They also develop wage and salary administration systems and job evaluation programs. സോ ഇൻഡസ്ട്രിയൽ എൻജിനീയറിംഗ് എന്നുള്ളതിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഒരു ഇൻഡസ്ട്രിയൽ എൻജിനീയറിൻ്റെ ജോബ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്തത്. മെയിനായിട്ട് നമുക്ക് ഓരോന്നും ചെയ്യാനുള്ളത്, ആദ്യം ഒരു പ്ലാന്റ് എങ്ങനെയായിരിക്കണം, മെഷീൻസ് എവിടെയാണ് വെക്കേണ്ടത്, എന്തായിരിക്കണം അതിൻ്റെ യൂസേജ്, എങ്ങനെ നമുക്ക് മെഷീനിങ് ടൈം കുറയ്ക്കാൻ പറ്റും, എങ്ങനെ വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതെല്ലാം ഒരു നമ്മുടെ അൾട്ടിമേറ്റ് എയിം ആയിട്ട് വെച്ചുകൊണ്ട്, ആൻഡ് അൾട്ടിമേറ്റ് എയിം ഈ പറഞ്ഞ പ്രൊഡക്ടിവിറ്റി എങ്ങനെ കൂട്ടാൻ പറ്റും എന്നുള്ളതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ ഇനിഷ്യൽ സ്റ്റേജ് തൊട്ട് ഈ പ്ലാനിങ് തൊട്ട് നമ്മൾ വർക്ക് ചെയ്യാനുള്ളത് ആസ് ആൻ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർ. സോ ഡെവലപ്മെൻറ്റ് ഓഫ് ടൈം സ്റ്റാൻഡേർഡ്സ്, കോസ്റ്റിംഗ് ആൻഡ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്, സെലക്ഷൻ ഓഫ് പ്രോസസ് ആൻഡ് അസംബ്ലിംഗ് ദ മെത്തേഡ്സ്, സെലക്ഷൻ ആൻഡ് ഡിസൈൻ ഓഫ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്, design facilities including plan location, layout of building, machines, equipment, material system handling, raw materials and finished goods storage facility, design and improvement of planning and control systems for production, inventory, quality and plant maintenance and distribution system, cost control systems, development and installation of job evaluation systems,
installation of wage incentive schemes, design and installation of value engineering and analysis system, operations research, mathematical and statistical analysis, perform evaluation, organization and methods, and supplier selection and evaluation. So these are the primary functions of an industrial engineer. ഒരു ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർ ഒരു ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ ബ്രീഫായിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷനാണ് ഈ പറഞ്ഞേക്കുന്നതല്ല. ഇത് തന്നെയാണ് നിങ്ങളുടെ സിലബസും വരുന്നത്. നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള മോഡ്യൂൾസിൽ ഞാൻ ഓൾറെഡി ഇത് റിവിഷനാണ്, നിങ്ങളുടെ ബാക്കിയുള്ള സിലബസ് ഫുള്ള് കവർ ചെയ്ത് പോകുമ്പോഴത്തേക്കും നിങ്ങൾ ആദ്യം പഠിക്കാനുള്ള കാര്യങ്ങൾ ഇതാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റഡിയാണ് നിങ്ങൾക്ക് അങ്ങോട്ട് വരുന്നത്. എത്ര ടൈമാണ് എടുക്കുന്നത്, ഓരോ ജോബിന് എടുക്കുന്ന ടൈം എത്രയാണ്, അതെങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും, അത് ഏതൊക്കെയാണ് പ്രൊഡക്റ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ്, അൺപ്രൊഡക്റ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് എന്തൊക്കെയാണ്, എങ്ങനെ നമുക്ക് ആ ഒരു വർക്കിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, മെത്തേഡ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, സ്റ്റെപ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു സ്റ്റഡിയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഈ പറഞ്ഞ പ്രോഡക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് തൊട്ടേ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നതെന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ സ്റ്റേജ് ബൈ സ്റ്റേജിൽ അത് മാർക്കറ്റിലെത്തി അത് കസ്റ്റമറിൻ്റെ കയ്യിലെത്തി നമ്മൾ എന്തൊക്കെ സർവീസ് അതിന് പ്രൊവൈഡ് ചെയ്യുന്നു എന്നതുൾപ്പെടെ കസ്റ്റമറിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നമുക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ്. ആ നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ആ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാനായിട്ടുള്ളത്. And the field of application of industrial engineering, the main aim of the industrial engineering or the tools and techniques that is used in the industrial engineering is to improve the productivity of the organization by optimum utilization of organization's resources, that is men, material and machines. That is, in shortly saying, the conversion of raw materials into finished goods by using the men and machines. That is called industrial engineering. Effective utilization of men and machines is needed for aiming the ultimate productivity, for increasing the productivity. So, what are the fields which the industrial engineer deals with? That is construction and transportation, farming and business, airline operations and maintenance, public utilizes and hospitals, government and armed forces, manufacturing plants and industries. So, ഇവിടെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു ഇൻഡസ്ട്രിയൽ എൻജിനീയറിംഗ് എന്നുള്ളൊരു ആസ്പെക്റ്റ് എല്ലാ വിഭാഗത്തിലും വരുന്നുണ്ട്. ഒരു ഇൻഡസ്ട്രി, ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് മാത്രമല്ല വരുന്നത്, ഈവൻ ട്രാൻസ്പോർട്ടേഷനിൽ വരുന്നുണ്ട്, ബാങ്കിങ്ങിൽ വരുന്നുണ്ട്, ബിസിനസ്സിൽ വരുന്നുണ്ട്. ഇവിടെ എല്ലാം ഒരു ഇൻഡസ്ട്രിയൽ എൻജിനീയറിൻ്റെ ഹെൽപ്പ് ആവശ്യമായിട്ടുള്ളൊരു ഫീൽഡാണ്. അതൊരു പ്രൊഡക്ഷൻ യൂണിറ്റ്, ഒരു ഇൻഡസ്ട്രിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. And the tools and techniques that is used in the industrial engineering, that is production planning and control, job evaluation, facilities planning and material handling, system analysis, linear progression, simulation, network analysis, PERT and CPM, queuing models, assignment, games theory and dynamic programming, group technology, statistical technique, quality control, decision making theory, replacement models, assembly line balancing, MRP, JIT, ISO, TQM. സോ ഇതൊക്കെയാണ് നമ്മുടെ ടൂൾസ് ആൻഡ് ടെക്നിക്സ്. ഇൻഡസ്ട്രിയൽ എൻജിനീയറിങ്ങിൻ്റെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ്. പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ, ജോബ് ഇവാലുവേഷൻ, സിമുലേഷൻ, പെർട്ട്, CPM, ഇതൊക്കെ എന്താണെന്ന് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിൻ്റെ പ്രീവിയസ് സെമസ്റ്റേഴ്സിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. TQM വരുന്നുണ്ട്, ബെഞ്ച് മാർക്കിങ്, സിക്സ് സിഗ്മ, ഇതൊക്കെ ടൂൾസാണ്. ഇൻഡസ്ട്രിയൽ എൻജിനീയർ, ആസ് ആൻ ഇൻഡസ്ട്രിയൽ എൻജിനീയർ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൂൾസാണ് ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ. ഈ ടൂൾസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടണം, റോ മെറ്റീരിയൽസിൻ്റെ കൺവേർഷൻ, റോ മെറ്റീരിയലിനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡായിട്ട് കസ്റ്റമറിൻ്റെ അടുത്ത് എത്തിക്കണം. അവിടെ നമുക്ക് എന്താ പറയണ്ടേ, അവിടെ നമുക്കൊരു ഡിഫക്റ്റീവായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈവൻ സർവീസ് എന്നുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ തന്നെ അത് എഫക്റ്റീവായിട്ട് കറക്റ്റ് ടൈമിന് സർവീസ് പ്രൊവൈഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നിന്ന് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകത്തുള്ളൂ. ഇതിൻ്റെ കുറേയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം ഇത് ഈ ഒരു ടേംസ് ഓൾറെഡി ഞാൻ റിവിഷനായിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മുന്നത്തെ ക്ലാസ് ഞാൻ മോഡ്യൂൾ 6 നിന്ന് ബാക്ക് വർക്ക് ചെയ്താണ് വന്നേക്കുന്നത്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഈ ഓരോ പോയിൻറ്റ്സിൻ്റെയും ഡീറ്റെയിൽസ് ഓരോ വീഡിയോസിലായിട്ട് ഞാനിങ്ങനെ ഡീറ്റെയിൽ അത് ആ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്.
നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം, ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മോഡ്യൂൾ 1-ൻ്റെ തന്നെ ബാക്കിയുള്ള റിവിഷൻ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യും. സോ ദ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയേഴ്സ് ഡിറ്റർമിൻ ദ മോസ്റ്റ് എഫക്റ്റീവ്